ശിവദാസ്. ആ, അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. ഞാന് കുറച്ചൊരു 1 1/2 വർഷത്തിന് മുകളിലായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ കൂടെ നന്നായിട്ട് ആൾക്കാരിൽ എത്തുന്നതായിട്ടൊക്കെ കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും അഭിനന്ദനം. എല്ലാവരും വളരെ അധികം എല്ലാവരും അവരവർ ജോലിയൊക്കെ ഉള്ളവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഉം, പ്രവർത്തിക്കുന്നത് ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിനൊന്നും അപ്പൊ എനിക്ക് ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ പഠിക്കാനും ഒക്കെ നിങ്ങൾ ഒരുപാട് സഹായകരമായിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയും ലൈവും എല്ലാം കണ്ടത്, ഡിസ്കഷൻസ് എല്ലാം കാണുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാനൊരു 10 15 വർഷമായിട്ട് ഇസ്ലാമിനെ പറ്റി അറിയുകയും അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭയങ്കര ആഴ ഫുൾ ടൈം ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലായിരുന്നു. എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിനെപ്പറ്റി അറിയാവുന്ന സോഴ്സിൽ നിന്നെല്ലാം അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് പഠിച്ചൊക്കെ വന്ന് അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഇതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യമായിരുന്നു. എന്നാലും ലൈഫിൽ അത് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായിട്ട് തുടങ്ങുക അങ്ങനത്തെ ഉള്ള രീതിയിലോട്ടും ഇതൊന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അപ്പൊ ഇതൊരു ഫ്രണ്ടാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. അപ്പൊ അവനും ആദ്യം കൃത്യമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് നിസ്കരിക്കുമായിരുന്നു. അതല്ലാതെ കൃത്യമായിട്ട് ആ മതത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം മതത്തിൽ അനുഷ്ഠിച്ചു പോകുന്നു. അതല്ലാതെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഉള്ള രീതിക്കല്ലായിരുന്നു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇത് ഖുർആൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിതെറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ഉസ്താദൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് വായിക്കാതിരുന്നത്. പിന്നീട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര വിഷമമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് അവൻ ഈ കാര്യമെല്ലാം ഷെയർ ചെയ്യുന്നത്. എന്തിനാണ് ഈ പുള്ളിയൊക്കെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളുടെ അടുത്ത് ഈ രീതിക്കൊക്കെ പറയും. പക്ഷെ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് സത്യം. അവർക്കത് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണും എന്ന് വെച്ചാൽ എല്ലാ ഉസ്താക്കന്മാരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വായിക്കാതെ എത്രയോ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ട. അങ്ങനെ അവൻ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ അപ്പൊ അവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്ന പോലെയാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കത്തില്ല. പിന്നീട് എനിക്കിത് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് എപ്പോഴും ചോദിക്കും. അങ്ങനെയാണ് എനിക്ക് ഇത് കൂടുതലായിട്ട് അറിയണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ വേറെ വേറെ സോഴ്സിൽ നിന്നൊക്കെ അങ്ങനെ അന്വേഷിക്കും ഒക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ സംസാരിക്കാമല്ലോ എനിക്ക് തുടർന്നല്ലേ? ഓ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ, നമ്മളെ ആ, ഫേസ്ബുക്കിൽ കാണുന്ന ശിവദാസ് തന്നെയല്ലേ? അതെ 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 അതെ. ആ, ഞാൻ ഓക്കെ താങ്കളെ ഓക്കെ. ഒരിക്കലും വിളിച്ചിട്ടുണ്ട് കുറെ നാൾ അതെ മുമ്പ്. അതെ അതെ. എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. അപ്പൊ ഒരു താങ്കളുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് ഞാനൊരു റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിത്രകാരനായിരുന്നു. ചിത്രകാരനാണ്. ഫ്രീലാൻസ് ആയിട്ട് പടമൊക്കെ വരയ്ക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ വേറൊരു കമ്പനിയിൽ, ചെന്നൈയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു 8 വർഷമായിട്ട്. ഓക്കെ, താങ്കളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഇതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോ ഇതാണ് സത്യമെന്ന് ബോധ്യമായ ശേഷം എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നേരിടേണ്ടിരുന്നു. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം കുറേ നാള് ഒരു എത്തീസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ഭയങ്കര മണ്ടത്തരം ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ സ്കെപ്റ്റിക്കായിട്ട് കുറച്ച് നാൾ നിന്നു. ഒരു സംശയമായിരുന്നു എൻ്റെ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഒരു ഭക്തനായിരുന്നു. ഭയങ്കര ഭയങ്കര ഭക്തനെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ഒരു 4 മണിക്കൊക്കെ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകും. അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഒരു ഭയങ്കര ഭക്തിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ആ, അപ്പോഴും എനിക്ക് ഇതല്ലാത്ത ഒരു ദൈവമാണോ അങ്ങനെ ഒരു സംശയം ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരുന്നു. എന്നാലും ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ഈ സംഭവം മനസ്സിലായ ശേഷം ഉള്ളിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം രൂപപ്പെട്ടു. രൂപപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ എൻ്റെ രക്തത്തിൽ ലയിച്ച ഒരു ഇതായിട്ടുള്ള കുറെ ദൈവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ നടന്ന ഭയങ്കര ഒരുപാട് രാത്രികളിൽ ഞാൻ ആരും അറിയാതെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് മാറ്റാൻ. പക്ഷെ ഇതല്ലാന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ ഇനി എന്ത് കാര്യം എന്നുള്ളൊരു രീതിയായിരുന്നു. അങ്ങനെ പിന്നീട് അത് മാറിയെങ്കിലും ഞാൻ ഇതിലോട്ട് അനുഷ്ഠാനങ്ങളായിട്ടൊന്നും അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലായിരുന്നു.
അതിനുശേഷം അപ്പോൾ എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ ശേഷമാണിത്. അപ്പോൾ അതിനുശേഷം വൈഫൊക്കെ ഭയങ്കര ഹിന്ദുമത ഭക്തയാണ്. അമ്പലത്തിലൊക്കെ പോകും. അങ്ങനത്തെ ഒരു രീതിയിലാണ്. മക്കളെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ ഐഡിയോളജി ഒന്നും അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും അവരായിട്ട് തന്നെ മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വരുവായിരിക്കും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. അപ്പോൾ പിന്നെ പിന്നെ ഇവര് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. വൈഫ് എന്താണ് ഇതിനെപ്പറ്റി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംശയം ചോദിക്കും. എൻ്റെ മകളാണെങ്കിൽ ഭയങ്കര ഒരു എത്തീസ്റ്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആളായിരുന്നു പണ്ട്. അതായത് അവൾക്കറിയത്തില്ല എത്തീസം എന്താണെന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അവൾക്ക് ഇപ്പോൾ 14 വയസ്സുണ്ട്. പക്ഷെ എന്നാലും ആ എത്തിയത്തെ പറ്റി അറിയത്തില്ലെങ്കിൽ അവള് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. അപ്പം എന്റെ വിശ്വാസം അറിഞ്ഞുകൊണ്ട് ഇതിലിങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് എതിർത്തുകൊണ്ടൊക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ മറുപടി മാത്രം പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ചെന്നൈയിലാണ്. നാട്ടിൽ ചെല്ലുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെയാണ് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ പോകെ പോകെ വൈഫിന് ചെറുതായിട്ടൊക്കെ ഇതാണ് സത്യം എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പൊ പുള്ളിക്കാരി പ്രാർത്ഥനകൾ തുടങ്ങി ചെറുതായിട്ട്. അപ്പൊ ഞാനും ചെറുതായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയായിട്ട് ആ ഒരു രീതിക്കൊക്കെ ഉള്ളു. നെറ്റിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളു. ആ ഒരു രീതിക്ക് പ്രാർത്ഥനയൊക്കെ ആയിട്ട് നിൽക്കും. അങ്ങനെ പോകെ പിന്നെ പുള്ളിക്കാരിക്ക് വിശ്വാസമൊക്കെ കുറച്ചുകൂടെയൊക്കെ കടുത്ത് ഓരോന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അവർ പ്രാർത്ഥിക്കാനും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആക്കാൻ തുടങ്ങി. അപ്പം മകളും മകനും അവരും പതിയെ പതിയെ എൻ്റെ അടുക്കെ ഞാൻ ഈ ഒരു ഘട്ടത്തിലും ഞാൻ ഇവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുക മീൻസ് ഇതാണ് സത്യം, നിങ്ങൾ ഇത് അംഗീകരിച്ച് വരണം എന്നുള്ളത് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നു ഇവരുടെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർക്കിത് എന്തെങ്കിലും പിടികിട്ടും എന്നുള്ളത് ഒരു തരത്തിലും പ്രസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഫ്രണ്ട് എന്നോടത്ത് ആ ഒരു രീതിയിലാണ്. അവനും എൻ്റെ അടുത്ത് യാതൊരു തരത്തിലും എടാ നീ ഇത് വിശ്വസിക്കണം, ഇതിലോട്ട് മാറണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് ചോദിക്കുമ്പോൾ മാത്രം അവൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു രീതിക്കായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം അവർ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മകള് മുമ്പിൽ നിന്നിട്ട് അവളൊരു പേപ്പറിൽ വലിയ അക്ഷരത്തിൽ പ്രാർത്ഥനകൾ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ അറബി എഴുതിയിട്ട് അത് നിലത്ത് വെച്ചിട്ട് നിസ്കരിക്കണം. അപ്പൊ എന്നെ പിടിച്ച് ഇവർ രണ്ടുപേരും എല്ലാവരും നടക്ക് നിർത്തിയിട്ട് അവർ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു നിസ്കാരം. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷം ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലായി. കാരണം വെച്ചാൽ എൻ്റെ അറിവ് ഇസ്ലാമിനെ പറ്റി ഇപ്പോഴും വളരെ കുറവാണ്. പക്ഷെ എന്നാലും അവരെക്കാട്ടിലും ഒരുപാട് മടങ്ങ് കാര്യങ്ങൾ എനിക്കറിയാം. അവരെക്കാട്ടിലൊക്കെ 100 മടങ്ങ് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അത്രയും അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അവരൊക്കെ കൂടുതലായിട്ട് ദൈവത്തിലോട്ട് അടുത്തു എന്നൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കങ്ങ് വളരെ വിഷമമായി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബിലൊക്കെ നോക്കി നിസ്കാരം എങ്ങനെയാന്നൊക്കെ നോക്കി പഠിച്ച് അത്യാവശ്യം ഓതേണ്ട കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപും ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രാർത്ഥനയ്ക്ക് ഫലം ഇതാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട് എന്നുള്ള ഒരു രീതിക്കുള്ള ചില തോന്നലുകൾ തോന്നുമായിരുന്നു. പക്ഷെ അത് ഈ നമ്മൾ മാവിൽ മാങ്ങയെറിയുന്ന കണക്കാ, ചിലപ്പം വീഴും ചിലപ്പം നടക്കത്തില്ല. അങ്ങനത്തെ ഒരു ആ ഒരു രീതിക്കായിരുന്നു ആ ഒരു തോന്നല്. പക്ഷെ അത് നമ്മൾ പരസ്പരമൊക്കെ പറയും, ഞാൻ ഇങ്ങനെ പോലെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നടന്നൊക്കെ പരസ്പരം പറയുമെങ്കിലും ഉള്ളില് ചിലപ്പോ ആയിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടാകും. പക്ഷെ ഇതില് വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ച് മാർക്ക് ചെയ്ത്, അതായത് കൃത്യമായിട്ട് ഉള്ള ഒരു രീതിക്ക് ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതി മാർക്ക് ചെയ്ത് ഇന്ന കാര്യങ്ങൾ നീ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് നടത്തി തന്നു. അതായത് ഒരു അർത്ഥശങ്കയ്ക്ക് ഇല്ലാത്ത വിധം വളരെ കൃത്യമായിട്ട്
നമ്മളുടെ പ്രാർത്ഥന കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് പോലത്തെ ആ, ആ ഒരു ഫീല് കറക്റ്റായിട്ട് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നില്ലായിരിക്കും തോന്നുന്നു. ഇത് ഹിന്ദു മതത്തിൽ നിന്ന് വന്ന് ചേഞ്ച് ആയിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഒരു ഇത്. ആ, അങ്ങനെ പോകുന്നു. അതാണ് എന്റെ അനുഭവം. ഇപ്പൊ അത്രയും വരെ ആയി നിൽക്കുന്നു. ഓക്കെ. ഇപ്പം കംപ്ലീറ്റ്ലി പ്രാക്ടീസിങ് ആയി മാറി എന്നാണോ പറഞ്ഞു വരുന്നത്? പ്രാക്ടീസ് അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ഞാനൊരു സാറ്റർഡേ സൺഡേയും 5 ടൈംസ് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അല്ലാതെ നമുക്ക് ഉച്ചയ്ക്ക് ദുഹർ ചെയ്യാൻ പറ്റും, പിന്നെ രാവിലത്തെ സുബഹിയും ഇഷായും ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയ്ക്കുള്ളത് പിന്നെ ഞാൻ ചേർത്തെടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്താന്ന് ഇൻഷാ അല്ലാ. വിചാരിക്കുന്നു. പക്ഷെ ഒരു ഇൻഷാ അല്ലാ. പ്രാവശ്യം പോലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ. ആകെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതില് ഞാന് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കാണ്. അപ്പം ഉം. താങ്കള് എന്നോട് സംസാരിച്ചൊരു സമയം കുറച്ചധികം മുമ്പേ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്മള് ഉം, ഉം, സംസാരിച്ചിട്ട് കുറെ മാസങ്ങളായി. അപ്പോ ഉം, ഉം, ഇപ്പോൾ താങ്കള് സോഷ്യൽ മീഡിയയിൽ ഞാന് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഐഡി കാണാറുണ്ട്. പക്ഷേ നമ്മളിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മലയാളി സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മറ്റൊരു മതസ്ഥൻ ഈ രൂപത്തിൽ തന്നെ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ആഹ് ദൈവശാസ്ത്രത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഏകദൈവത്തിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതൽ, അല്ലെങ്കിൽ അത് മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. കാരണം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഒരു ഫിത്രയാണ് ഏകദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു എൻവയോൺമെന്റ്, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ആണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ ഇങ്ങനെ ആ ഒരു സത്യത്തിലേക്ക് അടുക്കുന്ന ആളുകളെ വളരെയധികം പിന്നോട്ട് വലിക്കുന്ന രൂപത്തിൽ വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെയുള്ളൊരു അറ്റാക്കിംഗ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ 100 തവണ ഡീബങ്ക് ചെയ്ത കളവുകളാണെങ്കിലും വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോ ഒരു അത്തരമൊരു പശ്ചാത്തലം, മറ്റൊരു മത പശ്ചാത്തലത്തിൽ നിന്ന് സത്യാന്വേഷണത്തിലൂടെ എത്തുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ ഇങ്ങനെ എത്തുമ്പോ അതൊരു പിന്നെ ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം എങ്ങനെയാണ് താങ്കൾക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒന്ന് ചോദിക്കുകയാണ്. ചീത്ത വിളിക്കുന്നതല്ലേ? ചീത്ത വിളിക്കുകയും ഇസ്ലാം എന്ന് വെച്ചാ വിമർശനവും. ഞാൻ ഈ ചീത്ത വിളിക്കുന്നതിന്റെ സംഭവം ഞാൻ പറയാം. ഇപ്പൊ എനിക്കും ചീത്ത വിളിയൊക്കെ നേരിടുന്നു. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനത് എങ്ങനെയാ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംസ്കാരം അങ്ങ് കാണിക്കും. അപ്പൊ നമ്മളുടെ സംസ്കാരത്തിൽ തന്നെ നിൽക്കാന്നുള്ളത്. ഇപ്പൊ അവര് ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ എന്നെ അത് ബാധിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരുടെ സംസ്കാരമാണ് അത്. എന്നെ അത് ബാധിക്കത്തില്ല. ഇതുപോലെ ഇപ്പൊ ഒരു ഫേക്ക് ആയിട്ടിന്ന് ഇതുപോലത്തെ ഒരു ദിവസത്തെ ഒരു അനുഭവം പറയാം. ഇതുപോലെ ഒരു മോശം ആദ്യം തന്നെ ഞാൻ ഒരു കമന്റ് പറഞ്ഞതിന് ഭയങ്കര മോശം കമന്റ് ഇട്ടു. ചീത്ത വിളിച്ചെന്നെ. ചീത്ത വിളിച്ചപ്പോഴത്തേക്കും ഞാൻ താങ്കളെന്ന് പറഞ്ഞ് എന്നെ സംസാരിച്ചു. ഞാൻ താങ്കൾ അപ്പൊ ഇയാൾ നിരീശ്വരവാദിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, താങ്കള് നിരീശ്വരവാദിയുടെ നിലവാരം കുറച്ചുകൂടി ഉയർത്തുക, ഇതുപോലെ ചീത്ത വിളിച്ചുകൊണ്ട്. ഞാൻ എന്റെ നിലവാരം കുറച്ച് ഉയർത്താന്ന് പറഞ്ഞിട്ട് അടുത്ത കമന്റ് ഇട്ടപ്പോഴാണ് ഞാൻ താങ്കളെന്ന് വിശേഷിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നിലവാരം ഇനി ഉയർത്തിക്കൊണ്ടുവരും. അപ്പോ ഇയാള് ഫേക്ക് ഐഡി ആയിരുന്നു. പക്ഷെ മുഖമില്ലാത്ത ആളാണെങ്കിലും ഇയാൾക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാനൊരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു ഈഗോ അടിച്ചു ഇയാൾക്ക്. അതടിച്ചപ്പോഴത്തേക്കും ഇയാള് പിന്നെ ചീത്ത വിളിക്കുന്നില്ല. പിന്നെ പിന്നെ പരിഹസിച്ചുകൊണ്ടുള്ള പക്ഷെ എന്നാലും വിഷയത്തെ തൊടത്തില്ല. അത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണല്ലോ. വിഷയത്തെ തൊടുന്നില്ല. കുറേ നേരം ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങളൊക്കെ അതും ഇതും എല്ലാം പറഞ്ഞ് തെന്നിയൊക്കെ നിൽക്കുന്നു. പക്ഷെ ചീത്ത വിളിച്ചില്ല. അപ്പൊ ഞാൻ താങ്കളെന്നൊക്കെ വിളിച്ച് തന്നെ സംസാരിച്ചു. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ ആദ്യമേ തന്നെ നമ്മൾ പേടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ പേടിക്കുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ആളാ. പിന്നെ ഈ ചില ആൾക്കാര് ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെയൊക്കെല് നമ്മള് പോകാതിരിക്കുന്നത് തന്നെയാണ്. കാരണം പിന്നെ ദേഹം മൊത്തം മാലിന്യം തേച്ചിട്ട് ആരെങ്കിലും ഗുസ്തിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മേത്തൂടെ പറ്റുന്ന രീതിക്കുള്ള ഒരു രീതിക്കുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകാതിരിക്കുന്നു. പക്ഷെ ചിലവരൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. പിന്നെ ആ, പിന്നെ പറഞ്ഞെന്തുവായിരുന്നു ചോദിച്ചത്?
ഇതല്ലാതെ എന്താ അല്ല നമ്മള് ഈ ഇസ്ലാം വിമർശനങ്ങളൊക്കെ നിരന്തരം കാണുന്നുണ്ടല്ലോ. ഒരു ആ ഇസ്ലാമിനെ ആ കുറിച്ച് ആ അന്വേഷിക്കുമ്പം ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് ശരിക്കും നമ്മളെ ബാധിച്ചത്? ഇപ്പൊ നോക്കുകയാണെങ്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്ന ഇസ്ലാം വിമർശന ചാനലുകളുണ്ട്, നിരീശ്വരവാദ ഉണ്ട് ഉണ്ട്. ചാനലുകളുണ്ട്. അപ്പോ അതിന്റെ ഒരു അത് കാര്യം ശരിക്കും ആ ആ ആ ആ പറഞ്ഞു. അതിന്റെ ഒരു കാര്യം പറയാനാണെങ്കിലോ ഇപ്പൊ ഞാൻ ഈ ഇസ്ലാമിൽ വിശ്വസിച്ചില്ല എന്ന് തന്നെ വെക്കുക. ഇസ്ലാമിന് വിശ്വസിച്ചില്ല ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെയും എനിക്ക് ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ പിന്നെയും പിന്നെ ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എനിക്കും മനസ്സിലാക്കുന്നത് ഇപ്പൊ കേരളത്തില് പ്രത്യേകിച്ചും മനുഷ്യൻ ഭക്ഷണം കൊണ്ടല്ല ജീവിക്കുന്നത്. അവനവന്റെ ഈഗോ തിന്നുകൊണ്ടിട്ടാണ്. അപ്പൊ ഐഡിയോളജി കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം എത്രയൊക്കെ സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആ, അവനെ എല്ലാവരും ഐഡിയോളജി ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് എടുക്കുമ്പോഴത്തേക്കും പരാജയപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് എടുത്ത് പെട്ടിക്കകത്ത് വെച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആകെയുള്ള പിന്നെ ആയുധം എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക, പിന്നെ പരിഹസിക്കുക, ചീത്തവിളി, അവഹേളനം ഇതുപോലത്തുള്ള പരിപാടി. അപ്പൊ അവരവരുടെ തന്നെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നു, സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിൽക്കത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പൊ ഈ പലസ്തീന്റെ വിഷയം തന്നെ എടുക്കാം. ഞങ്ങള് മനുഷ്യത്വത്തിന്റെ പിന്നെ ഭയങ്കര അപ്പോസ്തലന്മാരാണെന്നൊക്കെ പറയുന്നവരൊക്കെ തന്നെയാണ് ഈ ഈ ഇവരുടെ കൂടെ, ഇസ്രായേലിന്റെ കൂടെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവര് പിന്നെ മോശ പൂർണ്ണമായിട്ടും മോശക്കാരായതുകൊണ്ടല്ല, അവർക്ക് ഇത് എന്തോ അവരുടെ ഈഗോയെ ബലി കഴിക്കാനായിട്ട് ഇച്ചിരി പാടാ. അതിപ്പോ എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. പക്ഷെ എന്നാൽ തന്നെ ആ, അതാണ് ഒരു കാരണമെന്ന് തോന്നുന്നു. ഇവര് ഭയങ്കരമായിട്ട് ഈ അറ്റാക്ക് ചെയ്യാനായിട്ട്. അത് വിട്ടാ പിന്നെ പോയില്ല. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അല്ല ഇതില് നമ്മൾ ആ പക്ഷെ നമ്മള് പറഞ്ഞു പറഞ്ഞോളൂ. ഇപ്പം നമ്മള് ഇപ്പം ഞാനേ നമ്മള് ഭയന്നിട്ട് അതിനെ പേടിച്ചോടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓടാൻ മാത്രം നേരം കാണത്തുള്ളൂ. മാത്രമല്ല ഇപ്പം 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 മുൻപെങ്ങും ഇല്ലാത്ത വിധത്തില് അതിഭീകരമായിട്ട് ഇപ്പൊ പണ്ടായിരുന്നു നമ്മളൊക്കെ പറയുന്നത് പിന്നെ ഇതെന്നാ യു പി ആണോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേരളമാണെന്നൊക്കെ. പക്ഷെ ഇപ്പൊ യു പി ആണെന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലോട്ട് അത്രത്തോളം ഭയങ്കരമായിട്ട് വളരെ ഭീകരമായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ എനിക്ക് നിങ്ങളിത് പിന്നെ സമ്മതിക്കുവോ അല്ല സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം ഒരു അധമബോധം ഒരു അധമബോധം പേറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ അയ്യോ ഞാൻ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമാകും അങ്ങനെ ഒരു നിർബന്ധിതമായിട്ട് അതിനെ അപലപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക. അതായത് പിന്നെ എന്തോ പറഞ്ഞ എന്തെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒരു കാരണവും ഇല്ലാതെ ഞാനും അതിൽ കുറ്റക്കാരനാണ് എന്നുള്ള ഇവർ പോലും അറിയാത്ത ഒരു ഫീലിംഗ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അധമബോധം പേറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഈ മൊത്തത്തിൽ സമൂഹത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടല്ലോ, അതിന് ഭയങ്കരമായിട്ട് ഊർജം പകരുന്ന ഒരു കാര്യമാണ് ഈ അധമബോധം പേറുക. ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. ഇവർക്ക് ഈ മുസ്ലിങ്ങളെ ആക്രമിക്കാനായിട്ടുള്ള ഒരു ഊർജം ഈ അധമബോധത്തിൽ നിന്ന് പേറുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ലഭിക്കും. തിരിച്ച് അവര് ഭയങ്കരമായിട്ട് ആക്രമിക്കുമ്പോഴത്തേക്കും ഇവരുടെ അധമബോധം കൂടുതലായിട്ട് വരും. എന്തിനാ അതിന്റെ ആവശ്യം എന്തുവാ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ആക്രമണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. അല്ല ഞാന് പിന്നെ ഒന്നുകൂടി പിന്നെ ഇതില് ചോദിക്കാണ്. അതായത് ഇപ്പൊ പലപ്പോഴും പല ഇസ്ലാം വിമർശകരും പറയാറുണ്ട്. ഇപ്പം ഈ ഇസ്ലാം വിമർശനം ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ആളുകൾ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങി. പല ആളുകളും ഇസ്ലാമിന്റെ ശരിക്കുള്ള മുഖം മനസ്സിലാക്കി. അതിനു മുമ്പൊക്കെ ശരിക്കും ഏകദൈവ വിശ്വാസം അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ ഒരു നല്ലൊരു ആശയം, സമാധാനപരമായ ആശയം. ഇപ്പൊ ഇസ്ലാം വിമർശനം തുടങ്ങിയതിന് ശേഷം ഇപ്പം ആളുകൾക്ക് ഇസ്ലാമിന്റെ തനി സ്വരൂപം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാചകം അടിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് താങ്കളുടെ സത്യാന്വേഷണം നടക്കുന്നതും ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് താങ്കൾ എത്തുന്നതും. അപ്പൊ അത് ആ ഒരു പിന്നെ ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ഇസ്ലാമിനെ ശരിക്കും ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു, ഇസ്ലാമിന്റെ തനിസ്വരൂപം ഞങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങൾ താങ്കളെ ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയാണ് പിന്നെ അത് ശ്രദ്ധിച്ചിരുന്നോ?
ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തന്നെ താങ്കളുടെ സത്യാന്വേഷണത്തിൽ അതിന്റെ ഒരു റോൾ എന്തായിരുന്നു? അതായത് ഈ ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭീകരതയാണ്, അല്ലെങ്കിൽ ഇന്ന പോലെ മോശം കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ എന്നെ ബാധിച്ചിരുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? അതെ, അതെ, അതെ. അതെ, അങ്ങനെയുള്ള അതെ. അതില്ല. അത് എന്ത് പറഞ്ഞ ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഞ ആ ഒരു കാര്യങ്ങളായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ആഴത്തിലുള്ള ഒരു പോകുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പോ ഞാൻ അതിനൊരു ഒരു ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു മുന്നണീനെ വിജയിപ്പിക്കുന്നത് ശരിക്കും ആ പാർട്ടിക്കാരല്ലല്ലോ. കാരണം അതല്ലാതെ കുറച്ച് നിഷ്പക്ഷര് എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ഇവരധികം ചിന്തിക്കാത്തൊന്നും ആൾക്കാരൊന്നും കൂടി എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ചില ആണല്ലോ അങ്ങനെ വിജയിപ്പിക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഈ പാർട്ടിക്കാർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡ്രാമ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റണ്ട് അതുപോലത്തെയുള്ള കാര്യങ്ങളിൽ മയങ്ങിയിട്ടാണ് അവരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുന്നത്. അപ്പൊ ഇതുപോലത്തെയുള്ള ഏഹ് ചെ- ഇങ്ങനത്തെയുള്ള ആൾക്കാർ ആഴത്തിൽ എന്തുവാണ് കാര്യമെന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കത്തില്ല. അവരുടെ മുന്നിൽ വരുന്നത് എന്തോ അത് ചാടി പിടിക്കും. അതിനനുസരിച്ച് അങ്ങനെ പറയും. ഇപ്പൊ എൻ്റെ അടുത്ത് അതേപോലെയാണ് ഈ പറഞ്ഞത് കണക്ക് ഉള്ള ഒരു പ്രചാരണം നടക്കുന്നതിൽ നമ്മൾ വീഴുക എന്നുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ എൻ്റെ അടുക്ക തന്നെ ആണെങ്കിൽ എൻ്റെ ബന്ധുവായിട്ടുള്ള ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇസ്ലാമിൽ അങ്ങനെയുണ്ടല്ലോ ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ സോഴ്സ് എന്തോന്ന് അവൻ അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ അതിപ്പോ എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഈ രീതിക്ക്. എനിക്ക് ആ ഒരു പരിപാടി പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഇപ്പൊ അതിന്റെ അതിന്റെ സത്യാവസ്ഥ എന്തുവാന്ന് മനസ്സിലാക്കി ഇതാക്കുന്ന, അല്ലാതെ ചുമ്മാ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുറെ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു പരിപാടി പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ലായിരുന്നു. അപ്പൊ അത് കാരണം അതെന്നെ ബാധിച്ചിട്ടേ ഇല്ല. ഇതില് ഇപ്പൊ ഞാൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മള് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ അതില് പിന്നെ ഒരുപാട് വിമർശനങ്ങൾ നമ്മളിങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല വിമർശനങ്ങൾ കേൾക്കുമല്ലോ. അപ്പോ ഉം ഉം. ഒരു ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം ഇല്ല. അതേപോലെ തന്നെ അറബി ആ നിലക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സോഴ്സസ് ഒരുപക്ഷേ ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ ശരിക്കും ഉം. ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വായിക്കാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് വീഡിയോ മാത്രം കണ്ട് അല്ലെങ്കിൽ ഷോർട്സും റീൽസും കണ്ട് പിന്നെ ലോകവീക്ഷണം തീരുമാനിക്കുന്നവരല്ലെങ്കിൽ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പിന്നെ ഇതൊക്കെയാണല്ലോ ശരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ, കാരണം നമ്മുടെ മനസ്സിലായി ഫീഡിലേക്ക് മനസ്സിലായി. മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അ- അപ്പൊ അതിന്റെ അകത്ത് അതിലെങ്ങനെയാണ് യെസ്. അതിന്റെ അകത്ത് എനിക്ക് ആ എന്നെ ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ഉണ്ടായിട്ടും ഇതെങ്ങനെ ഈ ആൾക്കാർ ഇതിലോട്ട് വിശ്വസിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. ഇത്രയും ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് പറയാനായിട്ട് എനിക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ആ ഒരു നിയമത്തിന്റെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ മൊറാലിറ്റിയുടെ കാര്യത്തിൽ അപ്പൊ അങ്ങനെ വന്നാലേ പറ്റത്തുള്ളല്ലോ മൊറാലിറ്റിയുടെ കാര്യത്തിൽ. അപ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിൽ ശരി തെറ്റ് എന്നുള്ളത് ഏത് എന്നുള്ളതിലുപരി നമ്മൾ ശരിക്കും തെറ്റിനും എന്താണ് മാനദണ്ഡമായിട്ട് വരുന്നത്. അതായത് പരസ്പര വൈരുദ്ധ്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ പരസ്പര വൈരുദ്ധ്യം ഇല്ലാതിരുന്നാൽ മതി. നമ്മളുടെ കണ്ണിൽ ശരി തെറ്റ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ തന്നെ കുറെ കാര്യങ്ങളിൽ കൂടെ എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യവും അത് തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല ഇപ്പം എന്നെ ആദ്യമേ സ്വാധീനിച്ചത് വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനൊരു ആഹ് ആഹ് ഇ ആദ്യമേ തന്നെ എന്നെ സ്വാധീനം വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഇത് പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതല്ല. എന്നാലും എന്നെ ആദ്യമായിട്ട് സ്വാധീനിച്ച കാര്യം എന്താന്ന് ഞാൻ പറയാം വായിക്കുമ്പോഴത്തേക്കും. കാര്യം ഈ പ്രവാചകൻ ആദ്യമായിട്ട് വഹി കിട്ടുന്ന സമയത്ത് ആഹ് പേടിച്ച് അവിടുന്ന് പോയി ഓടിപ്പോയി. പിന്നെ പനി വന്ന് 2 ദിവസം പനിച്ചൊക്കെ കിടന്നു എന്നുള്ള ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയിൽ കൂടിയും ഒരാൾ രാത്രിയിൽ വീട്ടിന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ദൈവത്തിനെ കാണുന്ന ഒരു സീനൊക്കെ ഇപ്പൊ കാണിക്കുന്ന ഏറ്റവും പുതിയ സിനിമയിൽ കാണിച്ചാൽ പോലും എന്തുവാ കാണിക്കുന്ന വെച്ചാൽ അയ്യോ ദൈവം എന്ന് പറഞ്ഞിട്ട് തൊഴുത് ഭയങ്കര പ്രകാശമൊക്കെ ആയിട്ട് ആ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. അത് ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. അതിപ്പോ യാതൊരു തരത്തിലും സാധ്യതയില്ല. പേടിച്ചോടാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതാണ് എന്നെ ആദ്യമേ തന്നെ
കൃത്യമായിട്ട് ഇത് പിന്നെ ഇതിലോട്ട് ആകർഷിച്ച ഒരു ഘടകം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതാണ് അതുപോലെ തന്നെ ഈ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങള് ഞാനത് ഈ ഒരു രീതിക്ക് ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അല്ലാതെ അത് കേട്ട ഉടനെ ഞാൻ വെറുക്കാൻ തുടങ്ങിയില്ല. എന്തായിരിക്കും അത്? കാരണം ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങള് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് വേറൊരു രീതിക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മള് എല്ലാവരും വലിയൊരു അളവില് ഈ അതാത് കാലഘട്ടത്തിന്റെ അടിമകളാ. അതാത് കാലഘട്ടത്തിന്റെ മൊറാലിറ്റിയായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10, 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ശരിയായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ തെറ്റായിരിക്കും. അന്നേരം തെറ്റായിട്ടുള്ള കാര്യങ്ങള്. അപ്പം ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പോലും മണ്ടന്മാരായിട്ട് ഈ ഒരു കാലഘട്ടം നൽകുന്ന മൊറാലിറ്റിക്ക് അടിമകളായിട്ട് അങ്ങനെ ജീവിച്ചു പോവുക. അപ്പൊ അത് എനിക്ക് കുറച്ച് നാൾ മുമ്പേ തന്നെ ഈ ഒരു കളി ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ബോധ്യമായതുകൊണ്ട് ഇതില് മറ്റുള്ളവരുടെ കണ്ണില് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് അങ്ങ് തെറ്റായിട്ട് അങ്ങ് എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരേ ഒരു കാര്യമേ നോക്കിയിട്ടുള്ളൂ. ഇത് ഈ പറഞ്ഞത് കണക്ക് പരസ്പര വൈരുദ്ധ്യമില്ലാതെ എല്ലാമായിട്ടും കറക്റ്റായിട്ട് കണക്ട് ആകുന്നുണ്ടോ എന്നുള്ള ഒരു ഇത്. കാരണം എന്റെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു ശരി തെറ്റെന്നുള്ള ഒരു കാര്യം എന്തെങ്കിലും ഒരു 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 ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് പിന്നീട് വായിച്ചു വരുന്ന എന്തെങ്കിലും ഒരു കാര്യമായിട്ടായിരിക്കും കൃത്യമായിട്ട് ഇത് കണക്ട് ആകുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കണക്ട് ആകും. അപ്പോഴാണ് ഞാൻ ഇതിന്റെ ഈ പരസ്പര പൂരകത്വത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് അതിശയം തോന്നിയത്. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്ക് അതിനോട് തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു മനോഭാവം എനിക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടം നൽകിയിട്ടുള്ള ആ ഒരു എന്തുവാ പറയുന്നത്, ഈ കാലഘട്ടം നൽകിയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് വിട്ട്. ഇതാണ് എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്ക് പറയാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അതെ, അതെ. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റാണത്. കാരണം പിന്നെ അധികം ആളുകൾക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു ഒരു പിന്നെ എന്താ പറയാ, ഭൂരിപക്ഷ ധാർമ്മികത അത് നമ്മളറിയാതെ സ്വാധീനിക്കുന്നുള്ളതും, അതിന്റെ ആ ഒരു ചങ്ങലകളിൽ നിന്നും മാറിയിട്ട് വേണം നമ്മളൊരു സത്യാന്വേഷണം നടത്താൻ എന്നുള്ളത്. അതായത് ഒരു പൊതുബോധത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നുന്നു, ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക? എന്താണ് ശരി എന്നുള്ളതിനെ പിന്നെ അളക്കാൻ ശ്രമിക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം നമുക്ക് എങ്ങനെ ഏറ്റവും പറയാൻ വലിയ സാധിക്കുക? നമ്മളാണ് അതെ. യെസ്, പറഞ്ഞോളൂ. അത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഭയങ്കര ആഴത്തില്, അതായത് ഭയങ്കര ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ പോലും ഭയങ്കര ആഴത്തിൽ സ്വാധീനിക്കും എന്നുള്ളതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങിയത് എന്റെ മകള് മുമ്പിൽ നിന്ന് കാണിച്ചു തരുന്നു. എന്റെ ഇടതുവശത്ത് വൈഫും വലതുവശത്ത് മകനും നിന്നിട്ട് നടുക്ക് എന്നെ നിർത്തിയിട്ട് ഇവര് പിടിച്ചോണ്ട് പോയി എന്നെ നിർത്തുക. അപ്പോ അങ്ങനെയാണ് എന്റെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ അകത്ത് അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. പക്ഷേ എന്റെ ഉള്ളില് സമൂഹത്തിൽ പരന്ന് എന്നൊക്കെയോ വേരാഴ്ന്നി പോകുന്ന ആ ഒരു ഈ ഇസ്ലാമോഫോബിയ ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞ ഈ അയ്യോ, മറ്റേ താലിബാനിസം കാണിക്കുന്നു, അല്ലെങ്കിൽ അതുപോലത്തുള്ള ഒരു രീതി കാണിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയാതെ എന്റെ ഉള്ളിലുള്ള സംഭവം അത് അത്രത്തോളം അത് വേരൂന്നിട്ടുണ്ട്. അറിയുന്നില്ല, പലരും ഇത് അറിയുന്നില്ല. അവരവരുടെ ഉള്ളിൽ എത്രത്തോളം ഇതിൽ വേരൂന്നിട്ടുണ്ടെന്ന് അവർ പോലും അറിയുന്നില്ല. പക്ഷെ എനിക്കത് ഓർത്തിട്ട് ചിരി വന്നു. പക്ഷെ എന്നാലും ഞാൻ അത്ഭുതപ്പെട്ടത് എന്റെ ഉള്ളിലും അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ അതിന്റെ വേരുകൾ ഉണ്ടായിരുന്നിരിക്കാം. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളിൽ തന്നെ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ശരി. യെസ്, യെസ്. പിന്നെ ഇതില് ആഹ്, ആഹ്, പിന്നെ ശിവദാസ് സർ പറഞ്ഞതുപോലെ തന്നെ ഇതില് ശരിക്കും ആ ഒരു സ്ട്രൈക്കിംഗ് ആണെന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, ആ പ്രവാചകത്വം വരുന്ന ആ ഒരു സമയത്തുള്ള അതിന്റെ റിയാക്ഷൻ, ശരിക്കും അത് ഒരല്പം ഒന്ന് ആലോചിച്ചാൽ ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് മുഹമ്മദ് നബി സ്വന്തം ആഗ്രഹിച്ച് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഒരു പ്രവാചകത്വം അങ്ങോട്ട് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രൊക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ കളവ് പറയുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു റിയാക്ഷനാണത്. കാരണം അങ്ങനൊന്നും ആഗ്രഹിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അങ്ങനൊന്ന് വന്നെന്ന് തോന്നിയാൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോട്ട് വന്നു എന്ന് നിന്നാൽ തന്നെ അതിനെ എനിക്കതാ ഞാൻ വിചാരിച്ച കാര്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കാണ് ചെയ്യുക, സന്തോഷിക്കാണ് ചെയ്യുക. പക്ഷെ ശരിക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, അതായത് ഒരു ഒരു നമ്മൾ സാധാരണ ഒരു ഒരു മനുഷ്യനായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
നമുക്ക് ഒരു നിലക്കും പരിചയമില്ലാത്ത ഒരു മാലാഖ നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരു നിലക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സാധനമാണ്. അത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു വളരെ നോർമലായ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുമോ അതേപോലെയാണ് പ്രതികരണം. ഇത് ശരിക്കും ഞാൻ പിന്നെ ശിവദാസ് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റി. ഇതൊരു ടെഡ് ടോക്കിൽ എന്റെ ആ പേര് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെഡ് ടോക്കിൽ ഇതേ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തി. ഞാനത് പേര് മറന്നുപോയി. അപ്പൊ അവരത് പറയുന്നുണ്ട്. ഏഹ് എന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ദൈവികമാണ് എന്ന് ചിന്തിക്കാൻ കാരണമാക്കിയിട്ടുള്ളത് ഈ ഒരു പിന്നെ സംഭവമാണെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ പ്രതികരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും സാധാരണ ഒരു മനുഷ്യന് അങ്ങനെ പ്രതികരിക്കാൻ സാധ്യതയില്ല. എന്നാൽ അതേ സമയത്ത് വളരെ ജെന്യൂൻ ആയ ഒരു റിയാക്ഷൻ ആയിട്ടാണ് അത് കാണാൻ സാധിക്കുക. ആ പേടി ജെന്യൂൻ ആണ്. അതുകൊണ്ടാണ് പേടിച്ച് പനി അടക്കം വരുന്നത് എന്നുള്ളത് അത് പിന്നെ അത്തരമൊരു സംസാരത്തിൽ കൂടി കേട്ടിരുന്നു. അപ്പോ ആ രൂപത്തിൽ തന്നെയാണ് ശിവദാസ് സാറിന്റെ പിന്നെ സത്യാന്വേഷണം പോയത് എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ എനിവേ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതേപോലെ തന്നെ ഇപ്പം ഇനി അങ്ങോട്ടുള്ള പ്ലാൻ ഇപ്പോ സ്വാഭാവികമായിട്ടും ഒരു അത്തരത്തിലുള്ളൊരു ചിന്താമാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ പല രൂപത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. കുടുംബജീവിതമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ട്. അപ്പോ അതിനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇനി എന്താണ് പ്ലാൻസ്? എനിക്ക് അതിന് എന്താന്നറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. കാരണം ഇത് എൻ്റെ വളരെ പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കത്തെ ഒരു മാറ്റമല്ലായിരുന്നു. കുറേ നാളായിട്ട് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ ഇവർക്കൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ പരിചയക്കാർക്കും അയൽവാസികളായിട്ടുള്ളവർക്കൊന്നും അവരൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതായിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പ്രശ്നമായിട്ടുള്ള രീതിക്ക് അങ്ങനെയൊന്നും എനിക്ക് മോശമായിട്ടുള്ള രീതിക്കോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മോശമായിട്ടുള്ള രീതി വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇത് നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. നന്നായിട്ട് തന്നെ പോകുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും വളരെ നല്ല രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബ ബന്ധുക്കളെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സത്യത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് മനസ്സിലായ സത്യം ബോധ്യപ്പെട്ട രൂപത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അഫ്സൽ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ലെസ്ലി ഹാസിൽട്ടന്റെ ടെഡ് ടോക്കാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശിവദാസ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക്. ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനൊരു സംസാരിക്കാൻ അവസരം കൊടുത്തതിന് നന്ദിയുണ്ട്. പിന്നെ എല്ലാവരുടെയും നിങ്ങൾ ശരി ചില സമയത്തൊക്കെ ഭയങ്കര വിഷമം തോന്നും. ഇത്രയും കഠിനാധ്വാനമൊക്കെ ചെയ്തിട്ട് ചീത്ത വിളിക്കുന്നല്ലോ ആൾക്കാരെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നാറുണ്ട്. ഇത്രയും ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ ഇതിനായിട്ട് സമയം കണ്ടെത്തുന്ന വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അതുപോലെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.